ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. പ്രാരംഭമായിട്ട് നമ്മൾ കേൾക്കാനിടയായി തീർന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിലെ ദാരിദ്ര്യം ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. കർത്താവ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ദിവസം കർത്താവിനോടൊപ്പം ഇരുന്നു. അവസാനം അവർക്ക് വിശന്നു എന്ന് പറഞ്ഞു. എത്ര ദിവസം ഇരുന്നു? 3 ദിവസം. 3 ദിവസം ഒന്ന് മൂന്നാമത്തെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരുന്നാൽ നമുക്ക് എന്തോ ഒരു ഇതായിരുന്നു. പക്ഷെ അവർക്ക് വിശന്നില്ല. പക്ഷെ കഴിഞ്ഞപ്പോൾ വിശന്നു. അപ്പോ ആത്മാവിൽ ദരിദ്രരായവര് ഭാഗ്യവാന്മാരാണ്. അവരെ നോക്കുമ്പോഴത്തേക്കും ജഡത്തിൽ ദരിദ്രരായവര് ഭയങ്കര അസൂയ, ദേഷ്യവും, ഭയങ്കര ദേഷ്യവും. കാരണം മറിയ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിരിക്കുക. ഒരാൾ ചോദിച്ചത് തന്നെ ഇവർക്ക് തന്നെ നാളെ പരീക്ഷയാണ്, ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. മാർത്തയ്ക്കാണെങ്കിൽ അവിടെ കർത്താവിന് വേറെ ആർക്കും അല്ല, ഒന്നും സമ്പാദിക്കാനൊന്നുമല്ല, കർത്താവിന് വേണ്ടി വേല ചെയ്ത് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വിഷമിച്ച്. അപ്പോ ഒടുവില് അവർക്ക് ദേഷ്യം വന്നു. കാരണം നോക്കിയിരിക്കുന്നത് ഒരുത്തി അവിടെ വെറുതെ ഇരിക്കുന്നു, ഈ പറയുന്നതും കേട്ടോണ്ട്. അവിടെ 2 വിശപ്പാണ് ആ കാണുന്നത്. ഒന്ന് ശരീരത്തിന് വിശപ്പുള്ളവര്, ഒന്ന് ആത്മാവിന് വിശപ്പുള്ളവർ. ആത്മാവിന് വിശപ്പുള്ളവനെ കണ്ടാൽ ദേഷ്യമാണ്. അതാണ് ഈ വിശ്വാസികളെ കാണുമ്പോ മറ്റുള്ളവർക്ക് അങ്ങോട്ട് എരിയുകയാണ്, ആ ദേഷ്യമാണ്. അതാണ് ജാതികൾക്ക് വെറുപ്പുള്ളവൻ. ആ ജാതികൾക്ക് വെറുപ്പാണ് ഇവരെ കാണുന്നത്. വേറൊന്നുമല്ല, അവർക്ക് ഒരു പ്രശ്നമില്ലാത്ത പോലെ 2 കാര്യങ്ങളാ എല്ലാവരും നോക്കുന്നത്. എന്തൊക്കെയാ എന്ന് പറഞ്ഞു. സിയോൻ ഭൂതങ്ങളിൽ ചെല്ലുന്നു ചെല്ലുവീൻ എന്ന് പറഞ്ഞ അവർ വേദങ്ങളെയും സന്തോഷത്തെയും ഞങ്ങൾ ചോദിച്ചു. ഇവരുടെ സന്തോഷവും ഇവരുടെ വായിന്ന് വരുന്ന പാട്ട്, ഈ 2 കാര്യങ്ങൾ എപ്പോഴും ഇവർ ശ്രദ്ധിക്കുന്നതാണ്. കാരണം ഇത് ഈ പാട്ടിനൊരു സ്വരമുണ്ട്, അതാണ് പ്രത്യേകത. അവന്റെ വായിൽ പുതിയൊരു പാട്ട് വന്നു, എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ, അതിനൊരു സ്വരം. പാട്ട്, പ്രാർത്ഥന, സ്തുതി, ഇത് 3നും ഒരു സ്വരമുണ്ട്. ഈ സ്വരം കേട്ട് കഴിഞ്ഞാൽ ജാതികൾക്ക് ഇത്രേ ദേഷ്യമുള്ളൊന്നില്ല. അതുകൊണ്ടല്ലേ മൈക്ക് വെച്ച് കെട്ടി, ട്രംപറ്റ് വെച്ച് കെട്ടി പ്രസംഗിച്ചാലും പാട്ട് പാടിയാലും ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. പെന്തക്കോസ്തുകാർ പാട്ട് പാടി 10 പേര് കൂടി അവർക്ക് പാട്ട് പാടിക്കഴിഞ്ഞാൽ പ്രശ്നം. കാരണം ആ സ്വരം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല, അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ നോക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഈ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, അവർ ആത്മാവിൽ ദരിദ്രരായതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ. 24 മണിക്കൂർ രാത്രിയും പകലും. ഇവിടെ ഒരാൾ പറഞ്ഞതാ, രാത്രിയും പകലും ചെണ്ടയും ബഹളവും ഒക്കെ ആയിട്ട് ഇവരുടെ ദൈവത്തിന് ചെവി വെക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ദൂഷണങ്ങളും എല്ലാം പറയാ. ഇവർക്ക് അതൊന്നും വിഷയമല്ല, ഇവർക്ക് ആ കാര്യമേ വിഷയമല്ല. അവര് ഒരാൾ ചോദിക്കുക, ഇവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്നോ? ഇവരെ അവൻ കൊണ്ട് ഇരുത്തിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞേച്ച് ചെമ്പിളി ചെന്ന് കഴിഞ്ഞാലും അവർ അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ തമ്മിൽ സംസാരിക്കുന്നത് തീരില്ല. ഇതിങ്ങനെ ഇങ്ങനെ ഈ ആത്മാവിൽ ദരിദ്രരായവരെ ഈ ലോകം ഏറ്റവും പകയ്ക്കും. എന്നാൽ ദൈവത്തിന് വരുന്ന അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് വേറൊരു ചിന്തയില്ല. എങ്ങനെയും ഈ ദാരിദ്ര്യത്തിൽ തീർക്കാൻ വിശ്വാസത്തിൽ വന്നവരെ നിലനിൽക്കും. വേറെ ആരും നിലനിൽക്കില്ല, ഒറ്റ മനുഷ്യൻ നിൽക്കും. അവസാനം പത്രോസിനോട് ചോദിച്ചു, നിനക്ക് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ, എവിടെ പോകും? നിത്യജീവന്റെ മൊഴി നിന്റെ കയ്യിലാണ്, ആഹാരം നിന്റെ കയ്യിലാണ്, ആത്മാവിന് എതിരായവന്റെ വിഷയമാകും. ഇതാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത്. ബാക്കി എന്തെല്ലാം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടും ആത്മാവിലെ ദാരിദ്ര്യം നമുക്കില്ലായിരിക്കും, ഒരു പ്രയോജനമില്ല.
ഇനി അത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തി മുതൽ ഇവിടെ വെളിപ്പാട് വരെയുള്ള വചനം അറിയാം. എല്ലാ വചനവും അറിയാം. പക്ഷേ ഒരു പ്രയോജനമില്ല. വചനം കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് ഭക്ഷണം കയ്യിൽ വാങ്ങിക്കുന്ന പോലെയാണ്. ഒരാഹാരം. എനിക്ക് ഭയങ്കര വിശപ്പ്. വിശപ്പാണെങ്കിൽ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വയ്ക്കും. ഇതുപോലെ വചനം പ്രാപിക്കുക എന്നുള്ളത്. ഈ വചനം അനുസരിക്കുമ്പോഴാണ് അത് ആഹാരമായി തീരുന്നത്. അല്ലെങ്കിൽ ആഹാരമായി തീർന്നില്ല. ഈ വചനം ഞാൻ പ്രാപിച്ചെടുക്കണമെങ്കിൽ ആഹാരമായിട്ട് തരണമെങ്കിൽ അതനുസരിക്കണം. ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്റെ വചനത്തെ എന്റെ ആഹാരത്തെക്കാൾ ശ്രദ്ധിക്കുന്നു. ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമായിട്ട് നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഈ വഴിക്ക് ഇറങ്ങി തിരിച്ചതല്ലേ? നിശ്ചയമായിട്ട് ഇറങ്ങി തിരിച്ചതാണല്ലോ. വചനത്തോടുള്ള നമ്മുടെ ആർത്തി, വചനത്തോടുള്ള നമ്മുടെ വിശപ്പ്, വചനത്തോടുള്ള നമ്മുടെ ആഗ്രഹം ഒരിക്കലും കുറഞ്ഞു പോകരുത്, നിന്നു പോകരുത്. അത് ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ തക്ക സമയത്ത് അനുസരിപ്പാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമ്മൾ കേൾക്കാനിടയായി തീർന്നത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ദൈവത്തിന്റെ വചനത്തിൽ ഒരു വചനം കേൾക്കുമ്പോ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ ആ വചനം നിന്റെ കൽപ്പനകൾ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കണ്ണിന്റെ ആനന്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അവൻ എന്തോ കണ്ടിട്ടുണ്ട്. എന്തോ കണ്ടിട്ടുണ്ട്. ദൈവമാണ് കൽപ്പിച്ചതെങ്കിൽ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ണ് പ്രകാശിക്കും. എന്താ അതിന്റെ കാരണം? എന്താ അതിന്റെ കാരണം? അതായത് നമ്മൾ കേട്ടതിന്റെ പൊരുൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതായിരുന്നു. കാരണം എരീഹോ കോട്ടയെ നിങ്ങൾ 7 ദിവസം ചുറ്റണം. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണം. അന്നേരം പട്ടണമതിൽ വീഴും. ഈ കാര്യം കൽപ്പിച്ച് ഈ ചുറ്റും ചുമന്നുകൊണ്ട് എടുക്കുക. ഈ പെട്ടകം കൊണ്ട് ഈ എരീഹോ കോട്ടയ്ക്ക് ചുറ്റും ചുമന്നുകൊണ്ട് എടുക്കുക. ഇത് കേട്ടവര് മടുക്കില്ലേ? ഇല്ല, മടുക്കില്ല. ഒരു കൂട്ടർക്ക് മടുക്കും. കർത്താവിന്റെ കൽപ്പന വിശ്വസിക്കാത്തവർക്കും കണ്ണ് പ്രകാശിക്കാതെ ഇവരുടെ കണ്ണ് എന്തുകൊണ്ടാണ് പ്രകാശിക്കണേ? ഇവരുടെ കണ്ണ് എന്തുകൊണ്ടാണ് പ്രകാശിക്കണേ? 7ാമത്തെ ദിവസം എരിയോ കോട്ട തകർന്നു വീഴുന്നത് ഇവരുടെ പ്രാണൻ കാണുന്നു. അത് തന്നെ കാരണം. ഇവരുടെ പ്രാണൻ കാണുന്നു. അതുകൊണ്ട് വീഴുന്നു. സ്തെഫാനോസിനോട് പറഞ്ഞു, ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഗസയ്ക്ക് നേരെയുള്ള ആ വഴിക്ക് പോവുക. ഒറ്റ മനുഷ്യനും ഇല്ലാത്ത വഴി. ഒരൊറ്റ മനുഷ്യനും ഇല്ലാത്ത വഴി. അതുവഴി ആരെങ്കിലും പോവോ? ദൈവമാണ് പറഞ്ഞതെങ്കിൽ കർത്താവ് പറഞ്ഞതിന് നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ്. മറിയയോട് ആ വാക്ക് കേട്ട് ഞാൻ കന്യകയായിരിക്കാൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന്റെ കൽപ്പന അവൾ വിശ്വസിച്ചു. അവളുടെ കണ്ണെന്ത് ചെയ്തു? പ്രകാശിച്ചു. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയം. ഞാൻ ഇവിടെ ഇരുന്നപ്പോ ചിന്തിച്ചത്, കഴിഞ്ഞ ചില ദിനങ്ങൾക്ക് മുമ്പ് നമ്മള് സുവിശേഷത്തിനായിട്ട് കടന്നു പോയപ്പോ എന്ത് പ്രയോജനം ചില വീടുകളിലേക്ക് ചെല്ലുമ്പോഴാണ്, ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് എന്ത് പ്രയോജനം നിങ്ങൾ ഒന്ന് മനസ്സിലാവൂ? മനസ്സിലായാൽ തന്നെ അനുസരിക്കോ? കേൾക്കാൻ മനസ്സ് വയ്ക്കോ? ഒരു സംശയം ചോദിക്കോ? ഒന്നുമില്ലാതെ എന്തിനു വേണ്ടി ഈ പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോ ഞാൻ പിന്നെയും പോയി. എനിക്കിപ്പോ ഒരു കാര്യം, എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കാൻ. നിങ്ങളെന്റെ സാക്ഷികളാകാൻ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ കൽപ്പനയാണ്. നിശ്ചയമായിട്ടും ആദ്യം ഇരുന്ന് അതിനാൽ കണ്ണ് പ്രകാശിക്കട്ടെ. പിന്നെ പോകുന്നിടത്ത് ഒരു തടസ്സമല്ല. കാരണം ഉടയവനാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതെന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണ് പ്രകാശിക്കുന്നുണ്ട്. ഇതിന്റെ അന്തമുണ്ട്. നിശ്ചയമായിട്ടും അന്ത്യസ്ഥിതി മഹത്തായിരിക്കും. ഞാൻ ഇന്ന് ആ വചനത്തിന്റെ മുമ്പാകെ ഞാൻ തകർന്നു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, കാരണം നമ്മളെ ആക്ഷേപിക്കുന്നവര്, ഉപദ്രവിക്കുന്നവര്, അസഹ്യപ്പെടുന്നവര്,
ഓടിച്ചു കളയുന്ന തരത്തിൽ കൊല്ലുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അന്നേരം ഒക്കെയും ഒരു കാര്യം ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നോട് ഇടപെട്ടു. ദൈവമാണ് കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിന് നിവർത്തി ഉണ്ടാകും. ആ നിവർത്തി ആദ്യം കൽപ്പന വിശ്വസിക്കും. അപ്പൊ പ്രാണൻ അതിന്റെ നിവർത്തി അന്ത്യം എരിഹോ കോട്ട ഇടിഞ്ഞു വീഴുന്നത് കണ്ട് പ്രാണൻ കാണും. ക്രിസ്തു ജനിക്കുന്നത് മറിയ കണ്ടതുപോലെ, ഷണ്ടനെ ഫിലിപ്പോസ് കണ്ടതുപോലെ കണ്ട് പ്രകാശിക്കാൻ തക്കവണ്ണം ഇതിന്റെ അന്ത്യസ്ഥിതി മഹത്തായിരിക്കും. സംശയം വേണ്ട, സംശയം വേണ്ട. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്നത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അത് വിശ്വസിച്ച് അതിന്റെ അന്ത്യസ്ഥിതിയെ നമ്മുടെ പ്രാണൻ കണ്ട് നമ്മുടെ കണ്ണുകളെ പ്രകാശിച്ച് നാം അതനുസരിപ്പാൻ തക്കവണ്ണം ഇന്ന് ദൈവം നമുക്ക് മാർഗട്ടെ മറ്റുള്ള നടക്കാം. പരിശുദ്ധനായ ദൈവം നമ്മളെ